വണ്ടുവണ്ണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റും, ഇങ്ങനെ കുറച്ച് കള്ളപ്രചാരണം നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ്. അപ്പോൾ നമുക്ക് നേപ്പാളിലെ മലയാളിയായിട്ടുള്ള ബോധിച്ചേട്ടൻ്റെ അടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചത്. ബോധിച്ചേട്ടാ, നമ്മൾ നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെണ്ണ് കിട്ടും, അങ്ങനെ ഒരു രീതിയിലുള്ള സംസാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് യൂട്യൂബർമാർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു അവസ്ഥയിലാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നേപ്പാളില് നമുക്ക് ഇന്ത്യക്കാർക്ക് ഇവിടെ വന്നിട്ട് കല്യാണം കഴിക്കുന്നതിന് നിയമപരമായിട്ട് തടസ്സമൊന്നുമില്ല. കല്യാണം എന്ന് പറയുന്ന ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് അല്ലല്ലോ. അപ്പൊ നേപ്പാളിൽ വന്നു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് കല്യാണം കഴിക്കാം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ആ ഒരു ചേതോ വികാരം അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യത്തെ കുറിച്ച് നമ്മൾ ശരിക്കും വ്യക്തമായിട്ടൊന്ന് പഠിക്കുക. കാരണം രണ്ടും 2 രാജ്യമാണ്. ഒന്ന്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് വരുന്നു. നേപ്പാളിൻ്റെതായ നിയമങ്ങളും നിയമസംഹിതകളും ഉണ്ടാകും. ഇന്ത്യക്കും അതേപോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ 2 അയൽ രാജ്യങ്ങളാണ്. മനസ്സും അടുത്ത് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവില്ല. പക്ഷെ നിയമപരമായിട്ട് നോക്കുമ്പോൾ 2 രാജ്യങ്ങൾക്കും 2 ഭാഷ, 2 കൾച്ചർ, ഭക്ഷണ രീതി വ്യത്യാസം എല്ലാം കൊണ്ടും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നേപ്പാളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് പെണ്ണ് കിട്ടും എന്ന് പറയുന്നതിൻ്റെ സത്യാവസ്ഥ ശരിക്കും നമ്മളൊന്ന് വിശദമായി പഠിക്കുക. ഇപ്പം എന്നോട് ചോദ്യം ചോദിച്ചു നമുക്ക് പറ്റുമോ ഇല്ല എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ പെട്ടെന്ന് പറ്റില്ല. കാരണം അതെങ്ങനെ സാധിക്കും? നേപ്പാളിൽ വന്നിട്ട് കല്യാണം കഴിക്കുക എന്നുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട സംഗതി തന്നെയാണ്. കാരണം അത് ഒരു സത്യമാവാൻ വഴിയില്ല. കാരണം 2 രാജ്യങ്ങൾ, വ്യത്യസ്തമായ ആചാരങ്ങൾ. അതേപോലെ നമ്മുടെ നാട്ടിലുള്ള എത്ര പേര് നേപ്പാളി സംസാരിക്കും, നേപ്പാളിലുള്ള എത്ര പേര് മലയാളം സംസാരിക്കും. അപ്പോൾ 2 ഭാഷകൾ തമ്മിൽ അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും പിന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോലെ എളുപ്പമല്ല. ഇനി നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും? എനിക്കൊരു മകളുണ്ടെങ്കിൽ, എനിക്കൊരു പെങ്ങളുണ്ടെങ്കിൽ, എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ളവരൊക്കെ ഞാൻ പരിശോധിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കും. അപ്പോൾ റീല് എല്ലാവരും പറയുന്ന പോലെ തന്നെ റിയാലിറ്റിയും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ നേപ്പാളിലേക്ക് ഓടി വന്നാൽ കല്യാണം കഴിക്കാം എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. അതൊരിക്കലും നമ്മൾ എടുത്ത് ചാടരുത്. കാരണം നമ്മൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കാം. അറിയാൻ പാടില്ലാത്ത ഒരു രാജ്യം, അറിയാൻ പാടില്ലാത്ത ആളുകൾ, അറിയാൻ പാടില്ലാത്ത ഭാഷ, വ്യത്യസ്തമായ ആചാരങ്ങൾ, ഇവിടെയെല്ലാം ചെന്നിട്ട് പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് സാധനം വാങ്ങുന്ന പോലെ അല്ലല്ലോ ഇത്. നമ്മുടെ നാട്ടിൽ തന്നെയാണ് കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടുകാരായിട്ട് ആലോചിക്കുമ്പോൾ വീടിൻ്റെ സാഹചര്യം, ബാക്ക്ഗ്രൗണ്ട്, വീട്ടുകാരുടെ അവസ്ഥ, വീട്ടുകാർ തമ്മിലൊരു സംസാരം, അത് അവർ തമ്മിലൊരു അന്തർധാരയിൽ എത്തിയാൽ മാത്രമേ കല്യാണം നടക്കുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ നേപ്പാളിലേക്ക് ഓടി വന്നിട്ട് നമുക്കൊരു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഓടി വന്നിട്ട് അങ്ങനെ കിട്ടുമോ? ആരെങ്കിലും തയ്യാറാവോ? ഒരുപാട് യൂട്യൂബേഴ്സ് അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ യൂട്യൂബർമാരോടൊന്ന് വിളിച്ച് ചോദിക്കുക, എവിടെയാണ് വില്ലേജ്, എവിടെയാണ് നിങ്ങൾ കണ്ടത്, നേപ്പാളിൽ എവിടെയായിരുന്നു? അപ്പൊ അവരോട് ചോദിച്ചു കഴിഞ്ഞിട്ട് ആ വില്ലേജിന്റെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വേണമെങ്കിൽ അന്വേഷിച്ച് പറഞ്ഞു തരാം. പക്ഷെ യാഥാർത്ഥ്യം ഇതാണ്. നമ്മൾ സ്വയം നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിക്കാവുന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാമല്ലോ നമ്മൾ വേറെ രാജ്യത്തേക്ക് പോകണേ. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല? ഇനി നേപ്പാളിൽ ഇഷ്ടംപോലെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ ആര് വഴി നമുക്കത് തേടിയെടുക്കാൻ പറ്റും? കാരണം ആ പെൺകുട്ടിക്കും ഒരച്ഛനും അമ്മയും ആങ്ങളമാരും അല്ലെങ്കിൽ വീട്ടുകാരും സ്വന്തക്കാരും ബന്ധുക്കാരും ഇല്ലേ? ഒരാൾ പോലും അച്ഛനും അമ്മയില്ലാതെ ജനിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മകന്റെ കല്യാണം നടക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചാലും അങ്ങനെ കുറച്ച് കേസുകൾ ഓൺലൈൻ വഴി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് കല്യാണം കഴിക്കുന്നത്, നല്ല കല്യാണം കഴിച്ചവരുണ്ട്. ഒരുപാട് പേര് നേപ്പാളിൽ നിന്ന് കഴിച്ചവരുണ്ട്. മലയാളികൾ കല്യാണം കഴിച്ച നേപ്പാളികളുണ്ട്. അത് എന്നും എപ്പോഴും പെട്ടെന്ന് നടക്കണമെന്നില്ല. അത് കുറേ പ്രോസസ്സും കാര്യങ്ങളും എടുക്കും. അല്ലാതെ ഓടി വന്നിട്ട് നമുക്ക് നേപ്പാളിൽ നിന്ന് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞാൽ അതൊരു സത്യമായ കാര്യമല്ല. അതിൻ്റെതായ പ്രോസസ്സും കാര്യങ്ങളും ഉണ്ട്. പെട്ടെന്ന് എടുത്തിയാടി നമ്മൾ നേപ്പാളിൽ പോയി പെണ്ണ് കിട്ടുമെന്ന് പറയുന്നതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ സ്വയം ബുദ്ധിക്ക് ചിന്തിച്ചാൽ മതി. ഒത്തിരി പേര് ഇങ്ങനെ നേപ്പാളിൽ എത്തി കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ABC പോകാൻ മറ്റു കാര്യങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെ അങ്ങോട്ട് വരിക, അങ്ങനത്തെ കാര്യങ്ങൾ. 2ാമത്തെ കല്യാണ കേസ് കാര്യം ചോദിക്കുമ്പോൾ അവരോട് നേരിട്ട് പറയാം, നിങ്ങൾ നേപ്പാളിൽ ഒരു പ്രാവശ്യം വരിക. ഒരു പ്രാവശ്യം വന്നതിന് ശേഷം നേപ്പാളിൻ്റെ ഭാഷ,
നേപ്പാളിൻ്റെ ഉള്ളിൽ കൂടി സഞ്ചരിക്കാനുള്ള മാർഗവും എങ്ങനെ സഞ്ചരിക്കാം, ഇനി നേപ്പാളിൻ്റെ ഭക്ഷണ രീതി. സപ്പോസ് ഞാൻ ഇവിടുന്ന് കല്യാണം കഴിച്ചാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇനി സ്വന്തം ഭാര്യയുടെ വീട്ടിലൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ കേരളത്തിന് എത്ര ദൂരം വരും? ഇനി ഇവിടുന്ന് ഇവരവിടെ വന്ന് ജീവിക്കാൻ തയ്യാറാവുമോ? കാരണം നമ്മുടെ ആചാരരീതിയും ഇവരുടെ ആചാരരീതിയും ഇവരുടെ സംസ്കാരമൊക്കെ വ്യത്യാസമല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരു പെൺകുട്ടി അവിടെ വന്ന് നമ്മുടെ കൾച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമല്ലേ ആ ജീവിതം നമുക്ക് മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ ഇറ്റ്സ് ഓക്കെ. അല്ലാതെ നമ്മൾ ജീവിതകാലം മുഴുവൻ കുഞ്ഞു നടക്കാനാണെങ്കിൽ നമുക്കത് ആലോചിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ജീവിതകാലം മുഴുവൻ നിലനിൽക്കാനുള്ള ഒരു ബന്ധത്തിന് വേണ്ടി സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും ആലോചിച്ച് തന്നെ ചെയ്യും. അതാണ് ശരിക്കും അതിന്റെ യാഥാർത്ഥ്യം. അതായത് നേപ്പാളിൽ നിന്നും കല്യാണം കഴിക്കാൻ ഓടി വന്നാൽ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അത് അവിടെ നിന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ രീതികളെല്ലാം കണ്ടൊന്ന് മനസ്സിലാക്കി നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മുടെ ജീവിതം ശരിയാകും. ഒരു നേപ്പാളി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, കാരണം ആ പെൺകുട്ടി അവിടെ വന്നു കഴിയുമ്പോൾ ഭാഷ വ്യത്യാസമാണ്, നമ്മുടെ എല്ലാ ആചാരങ്ങളും വ്യത്യാസമാണ്, നമ്മുടെ ജീവിത രീതി വ്യത്യാസമാണ്, ജീവിത ശൈലി വ്യത്യാസമുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിച്ച് ഇവിടുന്ന് കൊണ്ടുപോയി നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ശരിക്കും ആലോചിക്കുക. അല്ലാതെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു റീൽസ് കണ്ടിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ എഴുതാടരുത്. ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അത് തെറ്റിദ്ധാരണ ഒരിക്കലും സത്യമല്ല. കാരണം നമുക്ക് സ്വയം ചിന്തിക്കാവുന്നുള്ളൂ. അതിപ്പോ ആരെങ്കിലും വീഡിയോ കാണും, ആരും പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വിശ്വസിക്കുന്നില്ല. നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി. അന്യനാട്ടിലെ ഒരു പെൺകുട്ടിയെ നമ്മൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഭാവിയിലുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, സ്വയം ചിന്തിച്ചാൽ പോരെ. റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ചിലപ്പോൾ ചെയ്യും, യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് പലരും പല കാര്യങ്ങളും പറയും. അത് നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കാതെ യാഥാർത്ഥ്യമാണോ സത്യസന്ധമാണോ ഇത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ മതി. ആദ്യമേ തന്നെ ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കാം, നമുക്കൊന്ന് പോയി കൂടെ. നേപ്പാളിൽ പോകാൻ എളുപ്പമാണ്, നേപ്പാളിൽ ഈസി ആയിട്ട് ആർക്കും വരാം. വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെയുള്ള 4 പേരെ അന്വേഷിച്ച് കഴിഞ്ഞു.